Welcome to Semester 4, Classical Physics and Theory of Relativity paper, Unit 3, Motion in Central Force Field. Motion in Central Force Field, 15th lecture in this paper. Motion in Central Force Field, Unit 3, we begin here, and this is somewhat a lengthy chapter. Motion in central force field. So what is central force? The first question is, what is central force? So we can see what is central force. Motion in central force fields. Central force. The central force is one which acts on a particle in such a way that it is always directed towards or away from a fixed point, and its magnitude depends only upon the distance r from the point. The central force, Kendra Belam. The central force is one which acts on a particle in such a way that it is always directed towards or away from a fixed point, and its magnitude depends only upon the distance r from the point. അപ്പോൾ സെൻട്രൽ ഫോഴ്സ് ഒരു ബിന്ദുവിലേക്ക്, ഒരു പോയിന്റിലേക്ക് പ്രവർത്തിക്കുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പ്രവർത്തിക്കുന്ന ഫോഴ്സ്, അതിനെയാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് ഡിസ്റ്റൻസിനെ മാത്രം ആശ്രയിക്കും. ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റ്, അവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ മാത്രം ആശ്രയിക്കും ആ പോയിന്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ്. അതിനാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ദി ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ്. സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ two masses given by the equation F is equal to G m1 m2 by r square. G m1 m2 by r square നമുക്കറിയാലോ, താഴെ r square ആകട്ടെ. ഈ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ അതിൻ്റെ ഇക്വേഷൻ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ സെൻട്രൽ ഫോഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കൂളം ഇൻട്രാക്ഷൻ F is equal to 1/4πε0 Q1Q2 by r square, അതും സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഒരെണ്ണം പഠിക്കുക. സെൻട്രൽ ഫോഴ്സിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് F is equal to G m1 m2 by r square. ഇവിടെ m1 m2 മാസ് ഓഫ് പാർട്ടിക്കിൾ, അവ മാറ്റമില്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ r square ആണ് താഴെ വരുന്നത്. അപ്പോൾ ഫോഴ്സ് ഡിസ്റ്റൻസിനെ ആശ്രയിക്കും. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സിനെ പൊതുവെ പറയുന്ന പേരാണ് സെൻട്രൽ ഫോഴ്സ്. ഇനി നമുക്ക് സെൻട്രൽ ഫോഴ്സ് ഫീച്ചേഴ്സ് ഉണ്ട്, സെൻട്രൽ ഫോഴ്സ് പ്രോപ്പർട്ടീസ്. സെൻട്രൽ ഫോഴ്സിൻ്റെ പ്രത്യേകതകൾ ഒരു 4 പ്രോപ്പർട്ടി ഉണ്ട്. ആ 4 പ്രോപ്പർട്ടിയും പഠിക്കണം, കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതായിരിക്കും, വാട്ട് ഇസ് സെൻട്രൽ ഫോഴ്സ്, ഗീവ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അങ്ങനെ ചോദിക്കും, വാട്ട് ഇസ് സെൻട്രൽ ഫോഴ്സ്, ഗീവ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ നോക്കി, സെൻട്രൽ ഫോഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം F is equal to FR r cap. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ നമ്മൾ റൊട്ടേഷണൽ ഇൻവേരിയൻസ് ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. അവിടെ നമ്മൾ ആംഗുലാർ മൊമെൻറ്റം L ഈസ് എ കോൺസ്റ്റൻറ്റ് തെളിയിച്ചതാണ്. അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ആ ടോപ്പിക് ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, കാരണം സെൻട്രൽ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് അവിടെ നമ്മൾ എഴുതിയത്. അതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഫോഴ്സ് ക്യാൻ ബി represented in the form F vector is equal to FR into r cap, where r cap is a unit vector. If F less than 0, the force is attractive. But F less than 0 എന്ന് പറഞ്ഞാൽ F is negative. If F less than 0, central force less than 0, the force is attractive. If F is greater than 0, the force is repulsive. അതാണ് സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി L is a constant. ഞാൻ ആ ഓരോ പ്രോപ്പർട്ടിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി. L is conserved കേട്ടോ. L is conserved. Lത്തെ ആംഗുലാർ മൊമെൻറ്റം. When the particle moves under central force, its angular momentum is conserved. കോൺസ്റ്റൻറ്റ്. ഒരു പാർട്ടിക്കിൾ സെൻട്രൽ ഫോഴ്സ് മോഷനിലാണെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ്.
അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്. ഇത് സെൻട്രൽ ഫോഴ്സ് F is equal FR into R cap. Again, angular moment L is given by the equation tau is dl by dt. ടോർക്കും ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള ഇക്വേഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോയാണ് ശരിക്കും. F is equal to dp by dt എന്ന് പറയുന്നത് അതിന് ട്രാൻസ്ലേഷണൽ മോഷനിലെ ഇക്വലൻ്റാണ്. അപ്പോൾ ഇത് റൊട്ടേഷണൽ മോഷനിലെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് വേണമെങ്കിൽ പറയാം. Tau is dl by dt, where tau is a torque and L is the angular momentum. But dl by dt is torque, therefore tau നമുക്കറിയാം R cross F. Therefore we write dl by dt equal to R cross F. R cross F, that is R cross FR dot R cap. എഫിൻ്റെ വാല്യൂ നമ്മൾ FR cap എന്ന് എഴുതി. FR കോൺസ്റ്റൻ്റ് ആണ്. ഒരു മാഗ്നിറ്റ്യൂഡ് വാല്യൂ മുന്നോട്ട് മാറ്റും. R വെക്റ്റർ ക്രോസ് R cap. നമുക്കറിയാമല്ലോ R വെക്റ്റർ ക്രോസ് R cap ക്രോസ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. 0. dl by dt is 0. Therefore L is a constant. Angular momentum is a constant. The third property, third characteristic, motion is in a plane. The central force motion is in a plane. The motion of the particle under central force field is in a plane. Central forceൽ ചലിക്കുന്ന വസ്തുക്കളെല്ലാം ഒരു പ്ലെയിനിലായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എർത്ത് സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അത് സെൻട്രൽ ഫോഴ്സ് മോഷനാണ് അവിടെ ഉള്ളത്. ആ എർത്തിൻ്റെ മോഷൻ, അത് സഞ്ചരിക്കുന്ന ആ ഓർബിറ്റ് നമ്മളൊരു പ്ലെയിനായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ആ ഓർബിറ്റിനെ ചേർത്ത് കൊണ്ടൊരു പ്ലെയിൻ വരയ്ക്കാം. അപ്പോൾ അതാ പറയുന്നത് സെൻട്രൽ ഫോഴ്സ് മോഷൻ ഈസ് ഇൻ എ പ്ലെയിൻ. അടുത്തത് നമ്പർ 4, പൊട്ടൻഷ്യൽ എനർജി റെപ്രസെൻറ്റേഷൻ. സെൻട്രൽ ഫോഴ്സ് മോഷനിൽ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി റെപ്രസെൻറ്റ് ചെയ്യുക? The potential field corresponding to central force is represented by the equation U is equal to minus K by R, constant by R, or F is equal to minus du by dr. അങ്ങനെയും പറയും. ആൻഡ് F is equal to minus du by dr. അത് ഇത് ഡിഫറൻഷ്യൽ ഫോമാണ്. ഇൻ്റഗ്രൽ ഫോമിൽ പറയുകയാണെങ്കിൽ U is equal to minus integral F dot dr. In 3 dimension, F is equal to minus del V, where V is the potential function. നമ്മൾ E is equal to minus del V എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ദ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് F is equal to minus del V, നെഗറ്റീവ് ഗ്രേഡിയൻ്റ് പൊട്ടൻഷ്യൽ അങ്ങനെയും പറയാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇപ്പോൾ 4 ഫീച്ചറായി, 4 പ്രോപ്പർട്ടി ആയില്ലേ? ഇപ്പോൾ 4 പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 4 പ്രോപ്പർട്ടി കൂടി ചേർത്താണ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. വാട്ട് ഈസ് സെൻട്രൽ ഫോഴ്സ്, ഗിവ് ഈസ് ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയണം, ആദ്യ ഡെഫിനിഷൻ, എന്നിട്ട് 4 പ്രോപ്പർട്ടി, 4 ഫീച്ചേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്, അത് പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. വാട്ട് സെൻട്രൽ ഫോഴ്സ്, ഗിവ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് സെൻട്രൽ ഫോഴ്സ്. ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് സെൻട്രൽ ഫോഴ്സ്. സെൻട്രൽ ഫോഴ്സിൻ്റെ 2 എക്സാമ്പിൾ പറയുക. ഒന്നാമത്തത് നമ്പർ 1, F is equal to minus G M1M2 by R square into R cap. ഈ മൈനസിലാൻ കാര്യം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ് നമ്മളവിടെ മൈനസ് സൈനിട്ട് കാണിക്കുന്നത്. ആർ ക്യാപ്പ് ആ ഫോഴ്സ് ഡയറക്ഷനാണ്. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിച്ച് ഈസ് ഓൾവേസ് പോസിറ്റീവ്. നമ്പർ 2, രണ്ടാമത്തത് F is equal to minus 1 by plus or minus, രണ്ടും ആകല്ലോ, plus or minus 1 by 4 pi epsilon 0 Q2 by R square into R cap. This is the electrostatic force which may be attractive or repulsive. രണ്ടും ആകാം, depending upon nature of charge. അടുത്തത് ഇക്വലൻ്റ് വൺ ബോഡി പ്രോബ്ലം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വലൻ്റ് വൺ ബോഡി പ്രോബ്ലം, റെഡ്യൂസ്ഡ് മാസ്. അപ്പോൾ ഇവിടെ നമ്മളൊരു 2 ബോഡി പ്രോബ്ലമാണ് വരച്ചിരിക്കുന്നത് പടത്തിൽ. 2 മാസ് M1 M2, അകലം 6 ആണ്, C സെൻറ്റർ ഓഫ് മാസ്, AB മാസസ്, പിന്നെ സെൻറ്റർ ഓഫ് മാസ് ആണ് C എന്ന് പറയുന്നത്,
ഒന്നാമത്തെ മാസിലേക്കുള്ള അകലം R1, രണ്ടാമത്തിലേക്കുള്ള അകലം R2. അപ്പോൾ R എന്നുള്ള R1 + R2 അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ ഇത് ടു ബോഡി പ്രോബ്ലമാണ്. നമ്മൾ ഇവിടെ ഡൈനാമിക്സിൽ ഈ ടു ബോഡി പ്രോബ്ലം എപ്പോഴും വൺ ബോഡി പ്രോബ്ലമാക്കി മാറ്റും. വൺ ബോഡി പ്രോബ്ലമാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമുണ്ട്. ടു ബോഡി പ്രോബ്ലമായിട്ട് ചെയ്യുമ്പോൾ 2 മാസ് വേണം, 2 പൊസിഷൻ വെക്ടർ വേണം, അങ്ങനെ കാൽക്കുലേഷൻ, 2 വെലോസിറ്റി വേണം, അങ്ങനെ നമുക്ക് കാൽക്കുലേഷനൊക്കെ പ്രയാസമാകും. അപ്പോൾ ഈ ടു ബോഡി പ്രോബ്ലത്തെ വൺ ബോഡി പ്രോബ്ലം ആക്കുന്നത് ഒരു യൂഷ്വൽ മെത്തേഡാണ്. അങ്ങനെ ചെയ്യുമ്പോൾ 1 മാസം മതിയാകും, 1 പൊസിഷൻ വെക്ടർ മതിയാകും, കാൽക്കുലേഷൻ വളരെ എളുപ്പമാകും. അപ്പോൾ ചോദ്യം അങ്ങനെ ചോദിക്കും, വൈ വി റെഡ്യൂസ് എ ടു ബോഡി ഇൻറ്റു എ വൺ ബോഡി പ്രോബ്ലം? എന്തിനാണ് നമ്മൾ ടു ബോഡിയെ വൺ ബോഡിയാക്കി വിചാരിക്കുന്നത്? അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ അവസാനമുണ്ട്. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് ടു ബോഡി സിസ്റ്റമാണ്. അതിനെ വൺ ബോഡി ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഈ ടു ബോഡി സിസ്റ്റത്തെ നമ്മളൊരു ബാർ കൊണ്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ അതിൽ വൺ ബോഡി ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാം എന്നുള്ള ഡിസ്കഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോഴാണ് നമുക്കൊരു പുതിയ ടേം റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്ന ടേം വരുന്നത്. റെഡ്യൂസ്ഡ് മാസ് ടേം. കൺസിഡർ എ ടു ബോഡി സിസ്റ്റം ഹാവിങ് 2 masses M1 and M2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. എല്ലാം പടത്തിലുണ്ട്. ലെറ്റ് C be the center of mass, then AC equal to R1, BC is equal to R2. The center of mass is defined by the equation. Center of mass defined by the equation. Center of mass is defined by the equation M1 R1 is equal to M2 R2. The anti-clockwise moment is clockwise moment with respect to center of mass എന്നാണ് പറയുന്നത്. അപ്പോൾ R is equal to R1 + R2 ആണല്ലോ പടത്തിൽ. R is equal to R1 + R2. അപ്പോൾ നമുക്ക് R2വിനെ R - R1 എന്ന് പറയാം. അതോടെ കൊടുക്കുകയാണ്. Therefore M1 R1 is equal to M2 into R - R1. That is M1 R1, you remove the bracket, M2 R minus M2 R1. Take R1 to left side. M1 R1 plus M2 R1 is M2 R. R1 into M plus M2 is M2 R. R1 is M2 R by M1 plus M2, and that is the value of R1. Similarly, we can find R2. R2 is equal to M1 R by M1 plus M2. അതായത് ഇതേ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് R2 കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. M1നെ M2 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ M2നെ M1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. R2 is M1 R by M1 plus M2. Then moment of inertia Mi of the system about a perpendicular axis through the center of mass is given by. അപ്പോൾ സിയിലൂടെ നമ്മളൊരു പെർപെൻഡിക്കുലർ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? MI അറിയാമല്ലോ, M1 R1 അല്ലെങ്കിൽ MR² എന്നുള്ളതാണ്. അപ്പോൾ 2 മാസുകളെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടിട്ട് കൂട്ടുക. ദാറ്റ് ഈസ് I is equal to M1 R1 square plus M2 R2 square. ഇവിടെ R1ൻ്റെയും R2വിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Values. I usually M1 into M2 R by M1 plus M2 square plus M2 R2 square. M1 R into M1 plus M2 the square. R2. അപ്പോൾ അത് നമ്മൾ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്തിട്ട് M1 M2 by M1 plus M2 square R square into R square. അത് പുറത്തേക്ക് കോൺഫാക്ട് എടുക്കണം. സ്ക്വയർ ചെയ്തിട്ട് M1 M2 R square by M1 plus M2 സ്ക്വയർ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് M2 plus M1 എന്ന് കിട്ടും. M2 plus M1 എന്ന് പറഞ്ഞാൽ അത് M1 plus M2 ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്തിട്ട് I is equal to M1 M2 R square by M1 plus M2 എന്ന് കിട്ടും. അപ്പം അങ്ങനെ എഴുതിയാൽ ആ M1 M2 by M1 plus M2വിനെ നമ്മൾ മ്യൂ എന്ന് പറയും. മ്യൂവിനെ വിളിക്കുന്ന പേര് റെഡ്യൂസ്ഡ് മാസ്. അപ്പോൾ I is equal to mu R square. MR square പോലെ I is mu R square എന്ന് കിട്ടും. ആ മോളിൽ കൊടുത്താൽ മതി. Mu is called the reduced mass of the two body problem. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഒരു ടു ബോഡി സിസ്റ്റത്തിൻ്റെ MI കണ്ടാൽ I is equal to mu R square, I is MR square എന്ന് വൺ ബോഡി കിട്ടുന്ന പോലെ ഒരു ഇക്വേഷൻ കിട്ടും. Mu is called the reduced mass of the two body problem. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, the reduced mass of two body problem and obtained some MI.
reduce the reduced mass of two-body problem and obtains mi. മുകളിൽ കാണുന്ന ഉത്തരം. അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ, വൈ ഡു യു റെഡ്യൂസ് എ ടു ബോഡി പ്രോബ്ലം ഇൻറ്റു വൺ ബോഡി പ്രോബ്ലം, എക്സ്പ്ലെയിൻ. എന്തിനാണ് നിങ്ങൾ ഈ ടു ബോഡി പ്രോബ്ലത്തെ ഒരു വൺ ബോഡി പ്രോബ്ലമാക്കി മാറ്റുന്നത്? അതിന് കാരണം അതാണ്. അതിൻ്റെ കാരണം പറയുന്നത് നോക്കൂ. Because we can use the simplified calculation for solving problems, solving the problem. അപ്പോൾ ഈ ടു ബോഡി പ്രോബ്ലത്തെ വൺ ബോഡി പ്രോബ്ലം ആക്കുമ്പോൾ നമുക്ക് സിംപ്ലിഫൈഡ് കാൽക്കുലേഷൻ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് പ്രോബ്ലം ഓഫ് കാൽക്കുലേറ്റിംഗ് two position vectors R1 and R2 of the two particles of masses M1 and M2 has been reduced to the calculation of a single vector distance R as a function of time. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. രണ്ട് പൊസിഷൻ വെക്ടർ വെച്ചുള്ള ഒരു കാൽക്കുലേഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒറ്റ ഡിസ്റ്റൻസിലേക്ക് വരാം, ആറിലേക്ക്. മാത്രമല്ല റെഡ്യൂസ്ഡ് മാസും ഉപയോഗിക്കാം. അതാണ് കാര്യം. രണ്ട് പൊസിഷൻ വെക്ടറിൻ്റെ കാൽക്കുലേഷൻ ഒഴിവായി, ഒറ്റ പൊസിഷൻ വെക്ടറായി. അതിനെ ആർ വെക്ടർ എന്ന് പറയും. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I=μr² എന്നുള്ള ഒരു സിംഗിൾ ടേം ആയിട്ട് പറയുകയും ചെയ്യാം. അടുത്ത ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ടു ബോഡി പ്രോബ്ലം. അപ്പോൾ ടു ബോഡി പ്രോബ്ലത്തിൽ ഇക്വേഷൻ മോഷൻ, ഡെറിവേഷൻ ഓഫ് F=μr². അറിയാമല്ലോ, R= ആക്സലറേഷനാണ്, മ്യൂ റെഡ്യൂസ്ഡ് മാസാണ്. അപ്പോൾ രണ്ട് വസ്തുക്കൾക്ക് നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഴുതി കഴിഞ്ഞാൽ F=ma എഴുതി കഴിഞ്ഞാൽ F=μr² എന്ന് പറയും. മ്യൂ റെഡ്യൂസ്ഡ് മാസ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. മ്യൂ റെഡ്യൂസ്ഡ് മാസ് എം എന്ന് വിളിക്കാം, ക്യാപിറ്റൽ എന്ന് വിളിക്കാം. R= ആക്സലറേഷൻ. അപ്പോൾ F=ma എന്നുള്ള ഇക്വേഷനാണ്. F=ma എന്നുള്ള ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. F=μr². അപ്പോൾ ടു ബോഡിക്ക് നമ്മൾ F=ma എഴുതിയാൽ അത് വരുന്ന രീതിയാണ് F=μr². മ്യൂവിനെ റെഡ്യൂസ്ഡ് മാസ് എന്നും R=നെ നമ്മൾ ആക്സലറേഷൻ എന്നും പറയും. കാരണം വെലോസിറ്റി dr/dt r·. ആക്സലറേഷൻ ഇസ് d²r/dt². r·. വി ഹാവ് ആക്ഷൻ ഫോഴ്സ്. നമുക്ക് ആക്ഷൻ അറിയാമല്ലോ. ഇപ്പോൾ രണ്ട് വസ്തുക്കളാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്, M1 M2. പിന്നെ R2 R1 ഒക്കെ നമ്മൾ ഒറിജിനൽ എടുത്തിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 6 ആയിട്ടും കാണിച്ചിട്ടുണ്ട്. സി സെൻറ്റർ ഓഫ് മാസ്. വി ഹാവ് ആക്ഷൻ ഫോഴ്സ് F1 = m R1·. R1 വെക്ടറാണ്, വെക്ടർ സൈൻ എഴുതിയാലും കുഴപ്പമില്ല. -g M1 M2/r². ഇക്വേഷൻ നമ്പർ 1 അട്രാക്ഷൻ ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുകയാണ്. റിയാക്ഷൻ ഫോഴ്സ് F2 = m2 R2·. g M1 M2/r². ഇക്വേഷൻ നമ്പർ 2. അത് നമ്മൾ പ്ലസ് ആയിട്ട് എടുക്കും. മറ്റേ ആക്ഷൻ ആണെങ്കിൽ റിയാക്ഷൻ നമ്മൾ ഓപ്പോസിറ്റ് ആണല്ലോ, ആ രീതിയിൽ ഇത് പ്ലസ് ആക്കി എടുത്ത്. അപ്പോൾ ഒന്നാമത്തിൽ നിന്ന് R1 കാണുമ്പോൾ R1·. കാണുമ്പോൾ ഫസ്റ്റിൽ നിന്ന് -1/r1 g M1 M2/r². രണ്ടാമത്തിൽ നിന്ന് R2·. കാണുമ്പോൾ =1/m2 g M1 M2/r². അങ്ങനെ എഴുതും നമ്മൾ. Therefore, R1 what's the period? R1 minus R2. R1 dot minus R2 double dot. R1 double dot minus R2 double dot. ആ സ്റ്റെപ്പ് നോക്കി. R1 double dot കാണണം, മൈനസ് R2 double dot. ആ രണ്ട് സംഖ്യ കുറച്ചു നമ്മൾ. രണ്ടാമത്തെ സംഖ്യ കുറച്ചു. -1/m1 g M1 M2/r² -1/m2 g M1 M2/r². -g M1 M2/r² പുറത്തേക്ക് എടുത്താൽ അകത്ത് M1 + M2/M1 M2 കിട്ടും. ബട്ട് M1 M2/M1 + M2 മ്യൂ റെഡ്യൂസ്ഡ് മാസ് ആണല്ലോ. അപ്പോൾ ആ ബ്രാക്കറ്റിൽ മുകളിൽ കാണുന്നിട്ട് 1/μ എന്ന് കൊടുക്കാം. 1/μ. Therefore, R1 double dot minus R2 double dot is equal to -g M1 M2/r² into 1/μ. ഇനി that is R1 double dot minus R2 double dot is equal to F into, കാരണം g M1 M2/r² മൈനസ് അത് F ആണല്ലോ, F into 1/μ അങ്ങനെ എഴുതാം. അപ്പം അതുപോലെ സൈഡ് ചെയ്തിട്ടുണ്ട്. സിൻസ് -g M1 M2/r² is
എഫ്. അപ്പോൾ ഇവിടെ R1 ഡബിൾ ഡോട്ട് മൈനസ് R2 ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു F ഇൻറ്റു 1/μ എന്ന് കിട്ടി. ഇനി ഫിഗർ നോക്കാം. ഫിഗറിനകത്ത് നമുക്കറിയാം R2 വെക്റ്റർ പ്ലസ് R വെക്റ്റർ ഈസ് R1 വെക്റ്റർ, അങ്ങനെ വരച്ചിരിക്കുന്നു കേട്ടോ. നോക്കി പടം നോക്കുക. R2 വെക്റ്ററിൻ്റെ അങ്ങോട്ട് ആരോ എടുക്കണം, R1 മേപ്പോട്ട് ആരോ എടുക്കണം, പിന്നെ എയിൽ നിന്ന് ബിയിലേക്കാണ് R വെക്റ്റർ. അപ്പോൾ R2ഉം R കൂട്ടുമ്പോൾ R1 കിട്ടും. അങ്ങനെയാണ് ഈ വെക്റ്റർ R2 വെക്റ്റർ R1 വെക്റ്ററും പിന്നെ ആ വസ്തുക്കളിലേക്ക് മാസിലേക്ക് ആരോ കൊടുക്കണം. ആരോടെ എഴുതിയിട്ടില്ല, ഒന്ന് വരച്ചാൽ മതി. R2 വെക്റ്റർ ഓയിൽ നിന്ന് ബിയിലേക്ക്, R1 വെക്റ്റർ ഓയിൽ നിന്ന് എയിലേക്ക്, R വെക്റ്റർ ബിയിൽ നിന്ന് എയിലേക്ക്. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ R2 വെക്റ്റർ പ്ലസ് R വെക്റ്റർ ഈസ് R1 വെക്റ്റർ. അപ്പോൾ അത് നമ്മൾ പിന്നെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ R2 ഡബിൾ ഡോട്ട് പ്ലസ് R ഡബിൾ ഡോട്ട് ഈസ് R1 ഡബിൾ ഡോട്ട്, എന്നിട്ട് R ഡബിൾ ഡോട്ട് കാണുമ്പോൾ R ഡബിൾ ഡോട്ട് ഈസ് R1 ഡബിൾ ഡോട്ട് പ്ലസ് R2 ഡബിൾ ഡോട്ട്. അത് മുകളിലത്തെ ഇക്വേഷനകത്ത് കൊടുക്കണം, ഇക്വേഷൻ 3യുടെ അകത്ത്. അത് കഴിഞ്ഞ സ്ലൈഡിലെ ലാസ്റ്റ് ഇക്വേഷനകത്ത് കൊടുക്കുക, ഇതിനകത്ത് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് കിട്ടും? R ഡബിൾ ഡോട്ട് ഈസ് F ഇൻറ്റു 1/μ. R ഡബിൾ ഡോട്ട് ഈസ് F ഇൻറ്റു 1/μ. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു μ R ഡബിൾ ഡോട്ട്. അപ്പോൾ അത് ഏതിന് സമാനമായ ഇക്വേഷനാണ്? അവിടെ മുകളിൽ കാണുന്നുണ്ടോ സിൻസ് F ഈസ് MA, അതിന് സമാനമായ ഇക്വേഷനാണ്. അപ്പോൾ 2 ബോഡി പ്രോബ്ലത്തെ നമ്മൾ 1 ബോഡി പ്രോബ്ലം ആക്കി ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് F ഈസ് ഈക്വൽ ടു μ R ഡബിൾ ഡോട്ട്. അത് F ഈസ് ഈക്വൽ MAക്ക് തുല്യം ഒരു സിംഗിൾ ബോഡിക്ക്. ദിസ് ഈസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് 2 ബോഡി പ്രോബ്ലം. ഇപ്പോൾ 2 ബോഡി പ്രോബ്ലത്തിൻ്റെ ഫോഴ്സിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് F ഈസ് ഈക്വൽ ടു μ R ഡബിൾ ഡോട്ട്. R ഡബിൾ ഡോട്ട് വെക്ടറാണ്, അത് F ഈസ് ഈക്വൽ ടു MA പോലെ ഇരിക്കും ഇക്വേഷൻ. That is all with your 15th lecture on this paper. Thank you very much.